ഭീകരാക്രമണം നടന്ന ജമ്മുവിലെ രജൌരിയിൽ NIA സംഘം അന്വേഷണം തുടങ്ങി. സ്ഥലത്ത് സംഘം പരിശോധന നടത്തുകയാണ്. ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ആർ രാധാകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളും നൽകും. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ, എന്താണ് ഈ തിരച്ചിലിന്റെ പുരോഗതി, എന്താണ് വിശദാംശങ്ങൾ? ഈ തിരച്ചിലും അന്വേഷണവും രണ്ടും നടക്കുകയാണ്. തിരച്ചിൽ രജൌരി, പൂഞ്ച് മേഖലകളിൽ വലിയ രീതിയിൽ തന്നെ കൂടുതൽ സേനാംഗങ്ങളെ, സംയുക്ത സേനാംഗങ്ങളെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന, ജനവാസമുള്ള മേഖലകളിൽ നടക്കുന്ന തെരച്ചിലിന് സമാന്തരമായിട്ട് തന്നെ വനമേഖലകളിലേക്ക് കൂടുതൽ സംഘത്തെ എത്തിച്ച് തെരച്ചിൽ നടപടികളും നടക്കുന്നുണ്ട്. ഏതാണ്ട് വ്യോമസേനയുടെ സഹായം ലഭിച്ച ഘട്ടം മുതൽ, ഇന്ന് രാവിലെയാണ് വ്യോമസേനയുടെ സഹായം ഈ വനമേഖലകളിലെ തെരച്ചിലിന് വേണ്ടിയിട്ട് ലഭിക്കുന്നത്. ആ ഘട്ടം മുതൽ ഈ തെരച്ചിൽ വനമേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. ദേരാക്കി ഗലി മേഖലയിൽ നിന്ന് NIA അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗതി എന്നുള്ളത്, ദേരാക്കി ഗലി എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് 5 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 5 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രാദേശിക സഹായം നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അതിശക്തമായിട്ടുള്ള രീതിയിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ സംയുക്ത സേനയുടെ ഭാഗത്ത് നിന്ന് ഉള്ളത്. എല്ലാ ഇടങ്ങളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏത് മേഖലയിൽ, പ്രത്യേകിച്ച് ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നുഴഞ്ഞു കയറിയ ഭീകരരുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ അടക്കം ഉള്ള സ്ഥലങ്ങളിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു സൈനിക നടപടിയിലേക്ക് പോകൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ശരി, രജൌരിയിലെ ഭീകരാക്രമണത്തിൽ NIAയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം തിരച്ചിലും. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്.